ഒരു വർഷം മാത്രം എനിക്ക് ജീവിക്കാൻ അവസരമുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഡോക്ടർ പറയാണ് നിങ്ങളുടെ ആയുസ് ഒരു വർഷം കൂടിയേ ഉള്ളൂ, ഒരു വർഷം കൂടി നിങ്ങൾ ജീവിക്കും, അതിനിടയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കുക എന്നത് ഡോക്ടർ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 2023 കടന്നു പോവുകയാണ്. 2024 ചില ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ 2024 നമ്മൾ പോവുകയാണ്. പുതുവർഷം നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. പുതുവർഷത്തിൽ 365 അല്ലെങ്കിൽ 365 ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരുപക്ഷെ നമുക്ക് ജീവനുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിലാണ്, അപ്പം നമ്മളോട് ഡോക്ടർ പറയുക അല്ലെങ്കിൽ ദൈവം നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചേക്കുന്ന ഒരു സമയം ഈ ഒരു വർഷമാണെങ്കിൽ നമ്മളെപ്പോഴും അങ്ങനെ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ എനിക്ക് ഈ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഈ എല്ലാ ആഴ്ചയിലും ചിന്തിക്കണം, എല്ലാ മാസവും ചിന്തിക്കണം, എനിക്ക് ഇതേ ഉള്ള അവസരം, ഈ സമയത്തിനുള്ളിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ക്രമത്തിലാക്കണം. അപ്പം ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്, 8760 മണിക്കൂറുകളുണ്ട്, അല്ലെങ്കിൽ 5,25,600 മിനിറ്റുകളാണുള്ളത് ഈ ദിവസങ്ങളിൽ. അപ്പം എന്ത് ഞാൻ ചെയ്യും? ഈ സമയം എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം, ഞാൻ ഇത് മിനിറ്റുകളുടെ കാര്യം വരും പറഞ്ഞത്, പല തുള്ളി പെരുവെള്ളമാണ്. നമ്മൾ ചിന്തിക്കും 2 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് അല്ലേ, 1 മണിക്കൂറല്ലേ, 1 മണിക്കൂറോ ഇല്ലെങ്കിൽ 2 മണിക്കൂർ, ഈ സമയം ഞാൻ ഇപ്പോൾ ഓക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചു, അതുകൊണ്ട് എന്താ പ്രശ്നം വരാമുള്ളത്? 24 മണിക്കൂറില്ലേ നമുക്ക്? 24 മണിക്കൂറുള്ളപ്പോൾ 2 മണിക്കൂർ പോയാൽ എന്താ കുഴപ്പം? എൻ്റെ വിനോദ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ വേസ്റ്റ് ആക്കുന്നു. പക്ഷെ പലതുള്ളി പെരുവെള്ളമാണ്. അപ്പം അതുകൊണ്ട് നാം എങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ള വർഷം കൈകാര്യം ചെയ്യാൻ പോണത്? ഇതുവരെ പോട്ടെ, അടുത്ത പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അന്നോ ഡൊമിനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. എ ഡി എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് കർത്താവിൻ്റെ വർഷമാണ്. അന്നോ ഡൊമിനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു വർഷമാണ്, അത് ക്രിസ്തുവിൻ്റെയാണ് വർഷം. പക്ഷെ നമുക്ക് ദൈവം 2024 തരുമ്പോൾ ഒന്നുകിൽ നമുക്കതിനെ നന്നായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പാഴാക്കാം. അപ്പം ഡോക്ടർ നമ്മളോട് പറയാണ്, നിങ്ങൾ ഒരു വർഷം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ, അതുകൊണ്ട് ക്രമത്തിലാക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ സമയം ചെലവിടണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രമത്തിൽ, അതായത് ഭൗതികമായ മാതാപിതാക്കളൊക്കെ ഈ ലോകത്തിൽ ഉള്ള വസ്തുവകകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യും? മക്കൾക്ക് വേണ്ടി വിൽപ്പത്രങ്ങൾ എഴുതി വെക്കാനുള്ള തിരക്കുണ്ടാവും. എല്ലാ കാര്യം ക്രമീകരിക്കണ്ടേ? ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം. ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതെല്ലാം ഓരോരുത്തർ ഏൽപ്പിക്കേണ്ട വിഷയങ്ങളിൽ ഏൽപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നമ്മൾ ചെയ്യുന്ന, അതിൽ മുൻസ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ സമയം ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സദൃശവാക്യം 27 1 വാക്യം നമുക്കൊന്ന് വായിക്കാം. സദൃശവാക്യം 27 1 വാക്യം. നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിൽ ഈ ഒരു ചിന്തയിൽ, കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം മുഴുവൻ ചിന്തിക്കുന്നത്. എനിക്ക് ഒരു വർഷം മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാം മനസ്സിൽ കരുതണം, എനിക്ക് ഒരു വർഷമേ, ഈ ഒരു വർഷം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. യാക്കോബ് 4-14 വാക്യത്തിലും ഇതേപോലെ ചേർത്ത് യാക്കോബും പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, നിങ്ങളുടെ ജീവൻ അല്പനേരത്തേക്കുള്ളത് അല്ലെങ്കിൽ അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. എന്നിട്ടാണ് പറയണത്, നിങ്ങളുടെ ജീവൻ അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ, മാഞ്ഞു പോകുന്നതായ വെറും ആവിയാണ് ജീവിതം. അപ്പൊ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കുള്ളൂ എന്ന് വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിലെ ഒരുപാട് ഭോഷത്വങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഭോഷത്വങ്ങൾ. കാരണം മരിക്കും എന്നുള്ള കാര്യം അറിയാം. മരണത്തെ പേടിയാണ് പലർക്കും, മരിക്കും എന്നുള്ള ഭയം. അപ്പം ചിലരോട് ഭാവി പ്രവചിക്കുന്നവർ, ഇല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ, കണിയാന്മാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഭാവി കാര്യങ്ങൾ പറയുന്ന ആൾക്കാർ പറയും, ഇത് നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങൾക്ക് ഇത് മോശമാണ്, ഈ വീട് വെച്ചത് മോശമാണ്, ഇല്ലെങ്കിൽ ഈ കട്ടള വെച്ചത്, ഈ ഇരിപ്പ് മോശമാണ്
ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും മോശം 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 എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ച് ആ വീട്ടുകൾ, കാരണം അവരെല്ലാം ഭയപ്പെടുകയാണ്. എന്തിനെ ഭയപ്പെടുന്നത്? ശാപം, ഇല്ലെങ്കിൽ നാശം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ മരണം, ഇതെല്ലാം അത്യാഹിതങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പേടിക്കുന്നത് കൊണ്ട് ആൾക്കാർ എന്ത് ചെയ്യും? അവർ പറയണത് കേൾക്കും, അനുസരിക്കും. അങ്ങനെ ചെയ്ത ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് കാലിഫോർണിയയിൽ അതായത് വിൻചെസ്റ്റർ എന്ന് പറയുന്ന ഒരു വീടുണ്ട്. വിൻചെസ്റ്റർ ഹോം, കാലിഫോർണിയ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വീട് സെർച്ച് ഭൂമി നമ്മൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വിൻചെസ്റ്റർ ഹൗസ് അല്ലെങ്കിൽ അത് അടിച്ചു കഴിഞ്ഞാൽ വിൻചെസ്റ്റർ ഹൗസ് ഓഫ് കാലിഫോർണിയ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒരു സ്ത്രീയോട് ഇതേപോലെ തന്നെ ഭാവി പ്രവചിക്കുന്നവർ പറഞ്ഞ് നിങ്ങൾ മരിക്കും, അപ്പം മരണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെ വീടിനോട് എപ്പോഴും കൂട്ടിച്ചേർത്ത് പണിതുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണിതുകൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ പണിതുകൊണ്ടിരുന്നാൽ പണിയുന്നിടത്തോളം കാലം നിങ്ങൾ മരിക്കില്ല. അതാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരെ പേടിപ്പിച്ചൊക്കെ. പക്ഷെ അവർക്ക് ഒത്തിരി പൈസയുണ്ട്, അവരുടെ ഭർത്താവിന് വലിയൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിൻ്റെ ലാഭവിഹിതം മാത്രം മതി ഇവർക്ക് ഈ പണി മുഴുവനും. അവരെത്ര വർഷമോ ചെയ്തതെന്നറിയാമോ? 38 വർഷം ഈ വീടുമേ കിടന്ന് പണിതു. ഈ വീട്ടിൽ അത് ഒരു ആർക്കിടെക്റ്റിൻ്റെ പ്ലാൻ അനുസരിച്ച് പണിത് അത് കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ഇതിനനുസരിച്ച് ഈ വിശ്വാസം അനുസരിച്ച് ഇവർക്ക് പേടിപ്പിച്ചിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് എന്ത് ചെയ്യണം? പണിയണ്ടേ? അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർ പിന്നെ പ്ലാനുകൾ വരക്കാൻ തുടങ്ങി. അവർ പ്ലാനുകൾ അനുസരിച്ച് അവർ സ്വന്തം ഉണ്ടാക്കുന്ന പ്ലാനുകൾക്കനുസരിച്ച് ഇവർ ഓരോ കാര്യങ്ങൾ പണിയാണ്. ചിലപ്പോൾ ഇന്ന് പണിത് നാളെ പൊളിക്കും, നാളെ പൊളിച്ചിട്ട് വേറെ പണി. അപ്പം ഈ ജോലിക്കാർക്ക്, അവരുടെ കൂടെ നിൽക്കുന്ന ജോലിക്കാർക്ക് പോലും വലിയ പ്രയാസമാണ്, പ്രശ്നമായി. പക്ഷേ അവർക്ക് വളരെ പ്രതിഫലവും സൗകര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പഠിക്കാതെ തുടങ്ങി. അങ്ങനെ കുഴപ്പമില്ലാതെ അങ്ങനെ 38ഓളം വർഷങ്ങളാണ് അവർ ആ വീടുമേ കിടന്ന് പണിയുന്നത്. 160 മുറികളാണ് വീട് ഉള്ളത്. ഒരു പണിത് അവസാനം 160ഓളം മുറികൾ ആ വീടിനുണ്ട്. 7 നിലയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതം. അപ്പം അതിനെ അതിജീവിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, പേടിപ്പിച്ചേക്കണതാണ്. അപ്പം ഈ കാര്യം ഇവർ പണിതുകൊണ്ടിരുന്നാൽ ഇവർക്കൊരു യാതൊരു ദോഷവും വരില്ല എന്നാണ് അവർ പഠിപ്പിച്ചത്. അപ്പം ഇങ്ങനെ ഓരോ ദിവസവും അവർ പണി പ്ലാനുകൾ മാറ്റും, പ്ലാൻ മാറ്റും, വീണ്ടും പണിതുകൊണ്ടിരിക്കും. ഇവർക്ക് ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് താമസിക്കാനല്ല വീട്. ഇവർക്ക് താമസിക്കാൻ എന്താ മതി? ഒരു മുറിയും ഒരു ബാത്റൂമും അടുക്കളയൊക്കെ മതി. പക്ഷേ ഇവരുടെ ലക്ഷ്യം മരിക്കരുത്, മരണഭീതിയാണ്. അപ്പം ജോലിക്കാർക്ക് വേണ്ടത്ര ശമ്പളമൊക്കെ കൊടുത്തുകൊണ്ട് ഇതെല്ലാം പണിത് ഇല്ലാത്ത ശാപത്തിന് വേണ്ടി, ചിന്തിച്ച് നോക്കണം, ഇല്ലാത്ത ശാപത്തിന് വേണ്ടി ഒരു ആയുസിൻ്റെ മുഴുവൻ സമയം അവർ ചെലവഴിച്ചു. അവർ 160 മുറികളുള്ള ആ വീട് അവർ പണിതപ്പോൾ 40 ബെഡ്റൂമുണ്ട്. 40 ബെഡ്റൂം, 3 ലിഫ്റ്റ്. അന്നത്തെ കാലം, അതായത് പണിയുന്ന കാലം 1884. അതിലാണ് അവർ പണി പൂർത്തിയാക്കിയത്. 1884 പണി പൂർത്തിയാക്കുമ്പോൾ ഒരു ലിഫ്റ്റൊക്കെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സാങ്കേതിക വിദ്യയാണോ? അവിടുത്തെ അന്നത്തെ ഏറ്റവും ഹൈ ലെവലിലാണ് അവരന്ന് ചെയ്തത്. അവർ ചൂടുവെള്ളം, തണുത്ത വെള്ളം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, ഹീറ്റർ, ആവശ്യമായ കാര്യം, ഇതെല്ലാം അന്നത്തെ ടെക്നോളജിയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ആ വിഷയത്തിൽ ചെയ്യണം. വീണ്ടും നമുക്ക് കാണാം 17 ചിമ്മിണികളുണ്ടാവും. ചിമ്മിണി അറിയാലോ, അതിനുവേണ്ടി. അപ്പം ഈ കാര്യത്തെ ചിമ്മിണികൾ കൂടാതെ 47 നെരിപ്പോടുകൾ, കാരണം തണുപ്പ് കാലം വരുമ്പോൾ എന്ത് വേണം? ചൂടിന്. അപ്പം 47 നെരിപ്പോടുകളുണ്ട്, 13 ബാത്റൂമുകളുണ്ട്, 6 അടുക്കളയുണ്ട്, 100 കണക്കിന് വാതിലുകളുണ്ട് ആ വീട്ടിന്, 2000ഓളം ജനലുകളുണ്ട്. സ്വർണത്തിലും വെള്ളിയിലും പണിതെടുത്തതായ 2 വലിയ വിളക്കുകളുണ്ട് അവിടെ. ആ വീടിന് പെയിന്റ് അടിക്കാൻ എത്ര ലിറ്റർ പെയിന്റ് നിങ്ങൾ ഊഹിക്കും? 1000, 80,000 ലിറ്റർ പെയിന്റാണ് അന്ന് അടിച്ചത്. 80,000 ലിറ്റർ പെയിന്റ്.
അപ്പം നമ്മൾ ചിന്തിക്കുന്നത് വേറെ ഒന്നുമല്ല, ജീവിതത്തെയും മരണത്തെയും വിഡ്ഢിത്തത്തോടുകൂടി അല്ലെങ്കിൽ ബോഷത്വത്തോടുകൂടി നേരിടുന്ന ആൾക്കാരിൽ ഒരാളെയാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ എത്ര എണ്ണം ഉണ്ടാവും? കേവലം ഒരു കണിയാന്റെയോ ജോത്സ്യന്റെയോ ഇല്ലെങ്കിൽ പ്രശ്നം നോക്കുന്നവന്റെ വാക്ക് കേട്ടുകൊണ്ട് ജീവിതം വർഷങ്ങൾ അതിനു വേണ്ടി കിടന്ന് അധ്വാനിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയാണ്. അവരെന്തിലേക്ക് നോക്കുന്നില്ല? സത്യത്തിലേക്ക്, ജീവനിലേക്ക്, വചനത്തിലേക്ക് നോക്കുന്നില്ല. യഥാർത്ഥ സത്യത്തെ, യഥാർത്ഥമായ കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് അവന് ആവശ്യം, അവന്റെ സകല പ്രശ്നത്തിനും പരിഹാരമുള്ള കാര്യങ്ങൾ എവിടെയുണ്ട്? വചനത്തിലുണ്ട്. അവന്റെ മരണഭീതി മാറണോ, രോഗഭീതി മാറണോ, ഇല്ലെങ്കിൽ അവന്റെ ലോകത്തിൽ അവൻ എന്തെല്ലാം പേടിയുണ്ടോ ആ പേടികളെല്ലാം മാറി അവന് യഥാർത്ഥമായ ധൈര്യം, യഥാർത്ഥമായ സത്യത്തിലുള്ള പരിജ്ഞാനം, ജീവൻ, ഇതൊക്കെ അവന് കിട്ടാൻ ആവശ്യമായതെല്ലാം തന്നെ എവിടെയുണ്ട്? വചനത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. മരണത്തിന്റെ യാഥാർത്ഥ്യത്തെ നേരിടേണ്ടത് കൊണ്ട് നമ്മൾ അധികം പേരും നമ്മുടെ ജീവിതത്തെ ഗൗരവത്തോടെയാണ് കാണുന്നതും മാറ്റം വരുത്തേണ്ട കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറ്റം വരും. ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ടോ? യാഥാർത്ഥ്യത്തെ യഥാർത്ഥമായി, ഇല്ലെങ്കിൽ ജീവിതത്തിന്റെ, ഇല്ലെങ്കിൽ മരണത്തെ ആട്ടെ, ജീവിതത്തിന്റെ സമയങ്ങളെ ആട്ടെ, ആ യാഥാർത്ഥ്യങ്ങളെ ഗൗരവമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തെ ഗൗരവത്തോടെ കാണും. മാറ്റം വരുത്തേണ്ട വിഷയങ്ങളൊക്കെ മാറ്റം വരുത്തുവാൻ തന്നെ നമ്മൾ ഉറപ്പായിട്ടും തീരുമാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. അപ്പം 2 രാജാക്കന്മാരിലെ 20-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ എഴുതിയിടുക. ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, യെശയ്യാ പ്രവാചകൻ ഒരാളോട് പോയിട്ട് നീ മരിക്കും എന്ന് പറഞ്ഞു. ആരോട് വന്നറിയാമോ? ഹിസ്കിയ രാജാവിനോട് പറഞ്ഞു. ഹിസ്കിയ രാജാവിനോട് യെശയ്യാ പ്രവാചകൻ ചെന്നിട്ട് പറയാണ്, നീ മരിക്കും, ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് നിന്റെ ഗൃഹകാര്യങ്ങൾ ക്രമത്തിലാക്കാൻ പറയാൻ. അദ്ദേഹം ദൈവത്തോട് നിലവിളിച്ചു. വളരെ ദുഃഖമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ നിലവിളി ദൈവം കേട്ടു. അദ്ദേഹത്തിന് ഒരു 15 വർഷം കൂടി എന്ത് ചെയ്തു? ദൈവം നീട്ടിക്കൊടുത്തു. ഉടനെ തന്നെ യെശയ്യാ പ്രവാചകൻ ആ വീടിന്റെ പുറത്തേക്ക് കടന്നു. അതിനപ്പുറത്തേക്ക് പോകാൻ ഇടവന്നില്ല. അപ്പം തന്നെ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി, നീ തിരിച്ചു ചെന്ന് ഹിസ്കിയാവിനോട് പറ, ഒരു 15 വർഷം കൂടി ഞാൻ നിനക്ക് തരാം. അങ്ങനെ പോയി പറയുന്ന സമയം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ ഒരു സംഭവം എല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. അതായത് ഏത്? നീ മരിക്കും, ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് നിന്റെ ഗൃഹകാര്യങ്ങൾ എന്ത് ചെയ്യണം? ക്രമത്തിലാക്കണം. ഈ ഉപദേശം എല്ലാവർക്കും, ഇന്നും എനിക്കും ആവശ്യമാണ്, നിങ്ങൾക്ക് ആവശ്യമല്ലേ? എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. കാരണം നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ നമ്മുടെ സമയം അറിയണം. സങ്കീർത്തനം 90 പറയണ പോലെ, എൻ്റെ നാളുകൾ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ എൻ്റെ നാളുകളെ എണ്ണുവാൻ എന്നെ പഠിപ്പിക്കണമേ. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം നിങ്ങൾക്ക് ഇനി 1 വർഷം മാത്രമേ ജീവിതമുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ, അതെനിക്കൊരു പുതിയ മൂല്യബോധം തരും. ഒരു പുതിയ മൂല്യബോധം നമുക്ക് തരും. ഒരു ചോദ്യം, ആ ഒരു സത്യം നമ്മോട് അറിയിക്കുകയാണ്, 1 വർഷം കൂടിയുള്ള എൻ്റെ ആയുസ്. അപ്പം പുതിയൊരു മൂല്യബോധം തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോണത്? നമുക്ക് ഈ സമയം വരെയും സൂപ്പറാണ്, വലിയ കാര്യങ്ങളാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, എനിക്ക് വേറൊന്നും ചെയ്യാൻ നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും എന്ത് ചെയ്യും? വിടും. കാരണം അതൊന്നും പ്രാധാന്യമുള്ളതല്ല, വെറും ചവറ്. അതാണ് ഇന്ന് വലുതായിട്ട് തോന്നിക്കൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചവറിൻ്റെ പുറകെ പോയിട്ട്, അയ്യോ ഇത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണിത്, അതുകൊണ്ട് ഇതിനാണ് എനിക്ക് സമയം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ്? മൂല്യബോധം വരും. ജീവിതം 1 വർഷമേ ജീവിതത്തിൽ എനിക്കിനി ഭൂമിയിൽ ഉള്ളെന്ന് പറഞ്ഞാൽ മൂല്യബോധം അപ്പം വരും, ഉദിക്കും. അന്ന് എന്ത് ചെയ്യും? അതുവരെ പ്രധാനപ്പെട്ടെന്ന് തോന്നിയ പലതും അപ്രധാനമായി മാറും. 1 യോഹന്നാൻ 2:16-17 വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം,
ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതൊക്കെയും പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. നമുക്ക് എത്ര പിടിച്ചാന്ന് വെച്ചാലും കയ്യിൽ കിട്ടില്ല. അത് കാറ്റിനെ പിടിക്കുന്നവരാണ്, കാറ്റിനെ പിടിക്കുന്നവരെ പോലെയാണ്. കൈ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാവൂല, അവസാനം കൈ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാവൂല. അപ്രധാനമായ കാര്യങ്ങളുടെ പുറകെ പോയിട്ട് സമയം പാഴാക്കി കളയുന്ന മനുഷ്യരുടെ അവസ്ഥ അതാണ്. അവസാനം കൈ തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാവില്ല, കാറ്റിനെ പിടിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബൈബിൾ എന്താ പറയണത്? ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ഇതിന്റെ പുറകെയാണ് മനുഷ്യൻ മുഴുവൻ സമയം ചെലവഴിക്കുന്നത്. പക്ഷേ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കർത്താവിന് വേണ്ടി സമയം ചിലവിടുന്നുണ്ടോ, അത് മാത്രമേ അവസാനം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പാഴായി പോകുന്നതാണ്. അപ്പൊ ബൈബിൾ എന്നോട് പറയുന്ന ഈ സത്യങ്ങൾക്ക് ഒരു പുതിയ മൂല്യബോധം ഉണ്ടാകുമ്പോൾ, എനിക്ക് സമയം ഇത്രയേ ഉള്ളൂ, 365 ദിവസം എനിക്ക് ഇനിയുള്ളൂ എന്ന് ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടൊരു വ്യക്തി മനസ്സിലാക്കുവാണെങ്കിൽ, ചിന്തിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ എത്ര ധൃതിയായിരിക്കും കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന, ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾക്ക് തൂക്കം കൂടും. മറ്റത് കുഴപ്പമില്ല, സാരമില്ല, പിന്നെ ചെയ്യാം, സാരമില്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അറിയുന്നു, ഓക്കെ, എനിക്കിഷ്ടമാണ്, പക്ഷേ എന്തില്ല, ശക്തിയില്ല, ദൈവഭക്തിയുടെ ശക്തിയില്ല, ബൈബിളിലെ സത്യങ്ങൾക്ക് തൂക്കമില്ല, അർത്ഥമില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടാവും. ബൈബിൾ പറയുന്ന സത്യങ്ങൾക്കെല്ലാം അർത്ഥമുണ്ടാവും. അപ്പോൾ അർത്ഥമുണ്ടാവും. എൻ്റെ സമയം ചുരുങ്ങി എന്ന് കണ്ടാൽ, എൻ്റെ സമയം ചുരുക്കമാണെന്ന് കാണുന്ന വ്യക്തിക്ക് സമയം വിലപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ കാലത്തിൽ എന്നെ ആകർഷിച്ച ലൗകികമായ ഒന്നും തന്നെ എന്നെ ഇനി ആകർഷിക്കില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ആകർഷിക്കപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇനി എന്നെ ആകർഷിക്കില്ല. മൂല്യബോധം വരുമ്പോൾ, സമയത്തിൻ്റെ മൂല്യം. അപ്പം അതുകൊണ്ട് എന്നേക്കും ജീവിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും പിന്നെ ചിന്തിക്കുന്നത്. നിത്യമായി ജീവിക്കുന്ന വിഷയങ്ങൾക്ക്, നിത്യമായി ജീവിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യാൻ പഠിക്കും മൂല്യബോധം വരുമ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ നമ്മൾ പെരുമാറുന്ന അങ്ങനെ ഒരു വർഷമുള്ള ആയുസ്. ഇന്ന് തൊട്ട് നിങ്ങൾ ചിന്തിക്കാൻ, എനിക്കിനി ഒരു വർഷമുള്ള ആയുസ്, എങ്ങനെയായിരിക്കും ആൾക്കാരോടൊക്കെ പെരുമാറാൻ പോകണം? വഴി കാണുന്ന ആൾക്കാരോടും ബന്ധുക്കളോടും സ്നേഹിതരോടും എല്ലാവരോടും, പുറത്ത് എവിടെയൊക്കെ പോകുന്നു, ജോലിക്കൊക്കെ പോകുന്നു, എല്ലായിടത്ത് എങ്ങനെയായിരിക്കും ആൾക്കാരോട് പെരുമാറാൻ പോകണം? പിന്നെ കോപിക്കാൻ സമയമുണ്ടോ? ദേഷ്യപ്പെടാൻ സമയമുണ്ടോ? ആരോടെങ്കിലും ശത്രുത പുലർത്താൻ സമയമുണ്ടോ? ഇനി ഇല്ല. അപ്പം എന്ത് ചെയ്യും? ആരെങ്കിലും ഒരുപക്ഷെ ഒരു മോശമായിട്ട് ഇടപെട്ടാൽ പോലും ദേഷ്യപ്പെടുമോ? ഇല്ല. കാരണം ഒരു വർഷമുള്ളൂ. എന്ത് ചെയ്യും? അവിടെ ക്ഷമ, ദീർഘമായി ക്ഷമിക്കാൻ. കാരണം ബോധമുണ്ട്, എനിക്കിനി സമയമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ക്ഷമയുള്ളവനും മനസ്സലിവുള്ളവനും അതേപോലെ ദയയുള്ളവരും സ്നേഹമുള്ളവരൊക്കെ ആയിട്ട് മാറും. കാരണം അതിനേ ഉള്ളു സമയം. വേറൊന്നിനും സമയം പഴക്കിക്കളയാൻ സമയം ഇനി ഇല്ല. അപ്പം അതാണ് ചെയ്യാൻ പോണത്. അപ്പം സ്നേഹമേറിയ വാക്കുകൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. സ്നേഹമേറിയ വാക്കുകൾ. അതേപോലെ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ ഒരു അപകടം വന്നില്ലെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തിനു മാത്രമേ ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു അത്യാഹിതത്തിനോ ഒരു അപകടത്തിനോ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ നിന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് ജീവിതം എന്ന് പറയുമ്പോൾ ആത്മീയമായ ജീവിതത്തിന് കൂടുതൽ ആസ്വദിക്കാൻ നമ്മൾ ശ്രമിക്കും. കൂടുതൽ ആസ്വദിക്കണം. എനിക്ക് ടേസ്റ്റ് ചെയ്യണം ദൈവത്തെ, ആത്മീയമായ കാര്യങ്ങളെ, ആത്മീയമായ വിഷയങ്ങൾ എനിക്ക് കൂടുതൽ ഇനിയും എനിക്ക് ആസ്വദിക്കണം. അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ജീവിതം ആസ്വദിക്കാൻ തന്നെയാണ്. നമ്മൾ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിലും 4-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. ജീവിതം ആസ്വദിക്കുന്നത് കൊണ്ടാണ്. ആത്മീയ ജീവിതം ആസ്വദിക്കുകയാണ്. പൗലോസ് മരണം കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത്. അദ്ദേഹം പറയാണ്,
ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്ന്, ഉള്ളിൽ നിന്ന് വരുന്ന വാക്കാണത്. കർത്താവിൽ, അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. സന്തോഷിക്കുക, ആസ്വദിക്കുക. ലോകത്തിൽ തിന്നും കുടിച്ച് ആനന്ദിച്ച് സന്തോഷിക്കാനല്ല പറയണത്. അതാണ് ലോകം പറയണത്. അങ്ങനെയാണ് ജീവിതം ആസ്വദിക്കാൻ പറയണത്. എങ്ങനെയാണ് ലോകം പറയണത്? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, കിടന്നുറങ്ങുക, നാളെ ചാവും. അതുകൊണ്ട് ആസ്വദിക്കുക, മാക്സിമം സമയം ആസ്വദിക്കുക. അപ്പം ഫിലിപ്പ് 4:4 കൂടി വായിച്ചു. അവിടെയും പറയണത് തന്നെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. അതേ കാര്യം ഞാൻ പിന്നെയും പറയാം. അപ്പം യഥാർത്ഥത്തിൽ ഒരു വർഷം മാത്രമേ എൻ്റെ മുമ്പിൽ ഉള്ളൂ എങ്കിൽ, ഒരു വർഷം മാത്രമേ എൻ്റെ മുമ്പിൽ ഉള്ളൂ എങ്കിൽ ഞാൻ സമയം ഉണ്ടാക്കും. ഞാൻ സമയം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, പാഴാക്കി കളയാനല്ല. എൻ്റെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അത് എന്താ ചെയ്യണത്? സമയം ഉണ്ടാക്കാനാണ് ശ്രമിക്കണത്. പിന്നെ അതുവരെയും പോയിക്കൊണ്ടിരുന്നത് എങ്ങനെ? സമയം എങ്ങനെ പാഴാക്കാമെന്നാണ്. സമയം പാഴാക്കിക്കൊണ്ടിരിക്കാനാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സമയം ഉണ്ടാക്കുകയാണ്. എൻ്റെ സമയം ഞാൻ കൂടുതൽ ബുദ്ധിയോടുകൂടി ഉപയോഗിക്കും. അതാണ്, എൻ്റെ സമയം ഞാൻ കൂടുതൽ ബുദ്ധിയോടുകൂടി ഉപയോഗിക്കും. ഒരിക്കൽ അമേരിക്കൻ രാജ്യതന്ത്രജ്ഞനായിരുന്ന ബെൻ ഫ്രാങ്ക്ലിൻ എന്നുള്ള വ്യക്തി ഇപ്രകാരം പറയണ്ടായി. അതായത്, നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം അതുകൊണ്ടാണ് ജീവിതം ഉണ്ടാക്കിയിരിക്കുന്നത്. സമയം പാഴാക്കരുത്. എഫെസ്യ ലേഖനം 5:15-16 വാക്യങ്ങളിൽ അപ്പോസ്തലൻ പൗലോസും അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? സമയത്തെക്കുറിച്ച്. അപ്പോസ്തലൻ പൗലോസ് എഫെസ്യ ലേഖനം 5:15-16 വാക്യങ്ങൾ. ആകയാൽ, വെറുതെ അല്ല, സൂക്ഷ്മത്തോടെ, ശ്രദ്ധയില്ലാതെയല്ല, എങ്ങനെയെങ്കിലും സമയം പൊക്കോട്ടെ, ഇതുവരെയും കടന്നു, ഓരോന്നും വരുന്ന പോലെ വരട്ടെ എന്നും പറഞ്ഞിട്ടല്ല പറയണത്. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ, എന്ന് താഴെ പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. അപ്പൊ അതുകൊണ്ട് വ്യക്തമായിട്ട് കാണിച്ചു തരികയാണ് നമുക്ക് സമയം. അപ്പോസ്തലൻ പൗലോസൊക്കെ ഇതൊക്കെ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ മനസ്സിലുള്ള അവസ്ഥ എന്നാണ്, ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി. എപ്പോഴും എന്ത് സംഭവിക്കാം? മരണം. രാജ്യം, അതായത് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചക്രവർത്തിമാർ, അവരുടെ തീരുമാനം അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. കാരാഗൃഹത്തിൽ കിടക്കുന്ന ഞാൻ ഇവിടുന്ന് സ്വതന്ത്രനാകുമെന്നും ഒരു ഉറപ്പില്ല. കാരണം ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഏത് സമയത്തും എൻ്റെ കഴുത്തിലും വാൾ വഴാം. അപ്പം എങ്ങനെയിരിക്കും? അതുകൊണ്ട് എഴുതണത് സമയം തക്കത്തിൽ ഉപയോഗിച്ചോളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഉണ്ടെന്ന് ഗ്രഹിച്ചോളുവിൻ. ആകയാൽ സമയം സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ എന്ന് പറയുക. സമയമില്ല വേറൊന്നിനും. നാം പാഴാക്കി കളഞ്ഞ സമയം ശരിയായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാമായിരുന്നു. ഇന്ന് ചിന്തിച്ചു നോക്കുക, പുറകോട്ട് ചിന്തിച്ചു നോക്കുക. ഇത്ര വർഷം ജീവിച്ചു, 56 വർഷം വരെ ജീവിച്ചു, അല്ലെങ്കിൽ 55 വർഷം വരെ ജീവിച്ചു, 60 വർഷം വരെ, 40 വർഷം വരെയൊക്കെ ജീവിച്ചു. പാഴാക്കി കളഞ്ഞ സമയം ശരിയായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുമായിരുന്നു. ഒരു വർഷമേ ഇനി ജീവിതം ഉണ്ടെങ്കിൽ ഓരോ മിനിറ്റും തന്നെ വിലപ്പെട്ടതായിരിക്കും. അപ്പോൾ 2-3 മിനിറ്റുകൾ അല്ലെങ്കിൽ 2-3 മണിക്കൂറുകൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്, വിലപ്പെട്ടതാണ്. പല തുള്ളി പെരുവെള്ളം പോലെ സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം സമയം കണക്ക് കൂട്ടിയാൽ പാഴാക്കി കളയുന്ന സമയം മാത്രം മതി ആരുടെയെങ്കിലും ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ. അതാണ് നമ്മുടെ സഹോദരങ്ങൾ പലരും
ഇപ്പോൾ പങ്കുവച്ചത്. നമ്മൾ പാഴാക്കി കളയുന്ന, വേണമെങ്കിൽ ടി വിയുടെ മുമ്പിലിരിക്കാം, കളി കാണാം, പലതും ചെയ്തുകൊണ്ടിരിക്കാം. ആ സമയം മതി ഇരുട്ടിൽ കിടക്കുന്ന, തപ്പിത്തടയുന്ന, വഴി കാണാതെ അലയുന്ന മനുഷ്യരെ സഹായിക്കാൻ, സത്യം പറഞ്ഞു കൊടുക്കാൻ, അവർക്കൊരു വെളിച്ചം കൊടുക്കാൻ, യഥാർത്ഥ സത്യത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധം വരുത്തി കൊടുക്കാൻ പാഴാക്കി കളയുന്ന സമയം മാത്രം മതി. അപ്പം നമ്മൾ നോക്കാം, ഒരാളുടെ സന്തോഷം വിലപ്പെട്ടതല്ലേ? ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് ഉണക്കാൻ എൻ്റെ പാഴാക്കി കളയുന്ന സമയം പറ്റുമെങ്കിൽ അത് ഏറ്റവും വിലപ്പെട്ടതല്ലേ? ചിന്തിക്കണം നമ്മൾ. നമ്മുടെ സമയം അത് മതി, പാഴാക്കി കളയുന്ന സമയം മതി. ഒരുപാട് ആൾക്കാർക്ക് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, പാപത്തിൽ നിന്ന് വിളിച്ച് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാൻ, അവരെ നിത്യജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ആത്മീയമായ കാര്യങ്ങളെ പ്രഥമ സ്ഥാനത്ത് വെക്കുവാൻ ഇടയാകും നമ്മുടെ സമയം. മൂല്യബോധം വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ സമയം ബുദ്ധിയോടുകൂടി ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങളെ പ്രഥമ സ്ഥാനത്ത് വെക്കാൻ പറ്റും. ഒരു വർഷമുള്ളൂ, അതുകൊണ്ട് സഭായോഗങ്ങൾ ഇഷ്ടം പോലെ നാളെയും ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചയും എനിക്ക് എന്ത് ചെയ്യാം, സഭായോഗത്തിൽ വരാം. അങ്ങനെ എന്തിക്കോ ഇല്ല. അപ്പൊ എൻ്റെ മുൻഗണന എവിടെയായിരിക്കും? മത്തായി 6:33 എല്ലാവർക്കും അറിയുന്ന വാക്കാണ്. എന്താ പറയുന്നത്? മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. മുൻഗണന, നമ്മുടെ പ്രയോറിറ്റി എവിടെയാണ് വെക്കാൻ പോകുന്നത്? അപ്പൊ അതുകൊണ്ട് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നു. മിക്ക ആളുകളും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും ഉദ്ദേശത്തിൽ നിന്നും അകന്നു പോവുകയാണ്. ദൈവത്തിന്റെ പദ്ധതി അറിയില്ല, ദൈവത്തിന്റെ ഉദ്ദേശം അറിയില്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ്, അറിയുന്നില്ല. ഞാൻ ദൈവത്തിൽ നിന്നാണ് അകന്നു പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ മൂല്യബോധം വരുമ്പോൾ, എനിക്ക് സമയം ചുരുക്കമാണ്, എനിക്ക് ഒരു വർഷമേ മുമ്പിലുള്ളൂ, സമയമില്ല, എനിക്ക് കാര്യങ്ങൾ ക്രമത്തിലാക്കാൻ എനിക്ക് സമയം വേണം, അതുകൊണ്ട് എന്ത് ചെയ്യണം? സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങും. മൂല്യബോധം വരുമ്പോൾ നമ്മൾ പാഴാക്കി കളയുന്ന സമയങ്ങൾ ശരിയായി ഉപയോഗിക്കും, ആത്മീയ കാര്യങ്ങളിൽ മുൻഗണന കൊടുക്കും. അപ്പം എന്നാൽ എൻ്റെ ജീവിതം ആത്മീയതയിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ ജീവിതത്തിന് പുതിയ അർത്ഥം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായി മാറും, അർത്ഥത്തോടുകൂടി ജീവിക്കാൻ പറ്റും. മത്തായി 16:26 വാക്യം വായിക്കാം. മത്തായി 16:26. മത്തായി സുവിശേഷം 16:26. മനുഷ്യൻ സർവ്വലോകം നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തൊരു മറുപടി? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെ എന്ത് പ്രയോജനം? അല്ല, തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ അവൻ എന്ത് മറുവില കൊടുക്കും? ചിന്തിച്ചു നോക്കാം. കർത്താവ് പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കണം നമ്മളെപ്പോഴും. അപ്പം എനിക്ക് ഒരു വർഷം മാത്രമേ ജീവിതമുണ്ടെങ്കിൽ എൻ്റെ നിലപാട് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കും? എൻ്റെ നിലപാട് ഞാൻ തീർച്ചയായിട്ടും മാറ്റിയിരിക്കും. അങ്ങനെ ഒരു കാഴ്ച നമുക്കുണ്ടെങ്കിൽ. കൂടാതെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ, എൻ്റെ കഴിഞ്ഞ കാലം നേരെയാക്കുവാൻ എല്ലാ ശ്രമവും ഞാൻ നടത്തും. അപ്പം എനിക്കൊരു ഒരു പുതിയ മൂല്യബോധം ലഭിക്കും എന്നുള്ളത് മാത്രമല്ല നമുക്ക് കണ്ടത്, എൻ്റെ കഴിഞ്ഞ കാലം നേരെയാക്കുവാൻ എല്ലാ ശ്രമവും ഞാൻ നടത്തും. ഇതിനെക്കുറിച്ച് സുവിശേഷം കേട്ടിട്ടില്ലാത്ത, ക്രിസ്ത്യാനി ആയിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും, ക്രിസ്ത്യാനി ആയവരുണ്ടാവും. എല്ലാവരെ സംബന്ധിച്ചും വളരെ സ്വയപരിശോധനയ്ക്കുള്ള സമയങ്ങളാണ്. അതായത് സ്വയമായി ശോധന ചെയ്യാൻ, ആ സ്വയമായി ശോധന ചെയ്യുന്ന കാര്യം ഗൗരവമായിട്ട് എടുക്കും. എൻ്റെ ജീവിതം പരിശോധിക്കാൻ, എന്നെ ഒന്ന് അവലോകനം ചെയ്യാൻ ആ കാര്യം ഗൗരവമായിട്ട് എടുക്കും. ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കും, മറ്റാൾക്കാരെ നേടുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കും. ദൈവം വിധിക്കുമ്പോൾ ദൈവം പറയാണ്,
ദൈവം നമ്മളെ വിധിയാളനായിട്ട് വിധിക്കുമ്പോൾ അവൻ്റെ ന്യായസ്ഥാനത്തിന് മുമ്പാകെ നമ്മളൊന്ന് ചെയ്ത് നിൽക്കണമെന്ന് ചിന്തിക്കുക. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം പറയാണ്, മകനെ, നിന്റെ സമയം നീ പാഴാക്കിയത് ഈ കാര്യത്തിനാണ്, ഇല്ലെങ്കിൽ ആ കാര്യത്തിനാണ്, ഇപ്രകാരം നീ ചെയ്ത സമയങ്ങൾ ഇതെല്ലാം നിന്റെ സമയം നീ പാഴാക്കിയത് ഈ രീതിയിലാണ്. പാഴാക്കിയെന്നുള്ള ദൈവം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് നിത്യയിലേക്ക് പോകാൻ പറ്റുമെന്നാണ്, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ്, കുഴപ്പമില്ലെന്നാണ് ദൈവം പറയണത്. പാഴാക്കിയവരെ പുറത്തേക്ക് വിടും. പക്ഷെ ദൈവം ഓർപ്പിക്കുന്നത്, നിന്റെ സമയം നീ പാഴാക്കിയത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് കേൾക്കാൻ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ, സന്തോഷമുണ്ടോ? എൻ്റെ സമയം ഞാൻ പാഴാക്കിയെന്ന് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ദൈവം പറയണത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ആദാമിനോട് ദൈവം എന്താ പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 3:9. ആദാമേ, നീ എവിടെയാണ്? നീ എവിടെ? അതായത് എല്ലാവരും എവിടെയെങ്കിലുമൊക്കെയാണ്. എല്ലാ മനുഷ്യരും എവിടെയെങ്കിലുമൊക്കെയാണ്. ധാരാളം ആളുകൾ അവർ ആയിരിക്കേണ്ട സ്ഥലത്തോ ആയിരിക്കേണ്ട കാര്യങ്ങളിലോ അല്ല. അതാണ്. നീ എവിടെയാണ്? ദൈവം ആക്കി വെച്ച സ്ഥാനത്താണോ ആദാം ഉണ്ടായിരുന്നത്? അല്ല. അവനും അവൻ്റെ ഭാര്യയും ദൈവത്തിൻ്റെ വാക്ക് തെറ്റിച്ച് ദൈവം നിർത്തിയ നിലവാരത്തിൽ നിന്ന് വീണു. അതാണ് ചോദിച്ചത്. ഞാൻ നിന്നെ നിർത്തിയ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഞാൻ നിർത്തിയ ഒരു സ്റ്റാൻഡേർഡ്, ഒരു ലെവലുണ്ടല്ലോ ആദാമേ, അവിടെയാണ് ദൈവം നോക്കണവനെ. എവിടെ നീ എവിടെയാണ് ഇപ്പോൾ? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ കാണിച്ചിരുന്ന കാര്യങ്ങൾ അതാണ്. അവർ ആയിരിക്കാൻ പാടില്ലാത്തടത്താണ് ആയിരിക്കുന്നത്. ജീവിക്കാൻ 1 വർഷം മാത്രമുള്ളപ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കാൻ പറ്റുമോ? ശത്രുക്കൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുമോ? നമ്മൾ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? എല്ലാവരുടെയും പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും, അല്ലേ? പഴയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വീണ്ടും എന്തിലേക്ക് എത്താൻ പറ്റും? നിരപ്പ്, ദൈവത്തോടുള്ള സമാധാനം, പരസ്പരമുള്ള സമാധാനം. മത്തായി 5:24 വാക്യത്തിൽ എന്താ പറയണത്? മത്തായി 5:24. നിന്റെ വഴിപാട് അവിടെ ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നേർന്നു കൊടുക്കാം, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അപ്പം വഴിപാട്, എല്ലാ വഴിപാടിലും ദൈവം പ്രസാദിക്കുന്നുണ്ടോ? വഴിപാട് കഴിക്കുന്നതുകൊണ്ട് ദൈവം പ്രസാദിക്കുന്നില്ല. എങ്ങനെ വഴിപാട് കഴിച്ചാലാ ദൈവം പ്രസാദിക്കുന്നത്? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നിന്റെ സഹോദരനോട് എന്ത് ചെയ്യണം? നിരന്നുകൊള്ളണം. അതായത് നിന്റെ വഴിപാട് യാഗപീഠത്തിൽ മുമ്പിൽ വെച്ചിട്ട്, ആകയാൽ നീ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനോട് നിന്റെ നേരെ വല്ലതും ഉണ്ടോ എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നീ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? അവനുമായിട്ട് പോയി നിരന്നുകൊള്ളുകണം. എന്നിട്ട് പിന്നെ വന്നിട്ട് യാഗം കഴിക്കുക. അതാ ദൈവം പറഞ്ഞത്. അപ്പൊ എല്ലാവരുമായി പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. വീണ്ടും നമുക്കവിടെ കാണുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ സോറി പറയേണ്ടി വരും. സോറി പറയേണ്ട സ്ഥലത്ത് സോറി പറയണം. അതിന് നമ്മുടെ അഹങ്കാരവും സ്വാർത്ഥതയും തടസ്സമാകരുത്. എൻ്റെ സ്വാർത്ഥത, എൻ്റെ അഹങ്കാരം തടസ്സമാകരുത്. ഒരു സോറി, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയാൻ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മളെല്ലാവരും നോക്കുന്നത് ആരുടെ ക്ഷമയ്ക്ക് വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ. ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ, വീഴ്ചകൾ, അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പം അങ്ങനെ വരുമ്പോൾ, അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിലുള്ള പോരായ്മകളും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അതിനാണ് മത്തായി 6-ാം അധ്യായം 14-15 വാക്യങ്ങളൊന്ന് വായിക്കാം നമുക്ക്. മത്തായി 6-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും
പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാനാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. അപ്പൊ യേശു പഠിപ്പിച്ച അതാണ്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ നിങ്ങളുടെ പിഴകളെ സ്വർഗ്ഗസ്ഥനായ പിതാവും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. അതാ പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്? നമുക്ക് പരിശോധിക്കുന്ന ഏതെല്ലാം മേഖലകളാണുള്ളത്, നമ്മുടെ സമയം എങ്ങനെയെല്ലാം ക്രമീകരിക്കും നമ്മൾ. അപ്പൊ എനിക്ക് അറിയേണ്ടതിൽ കൂടുതൽ അറിയാമെന്ന് ചിലർ പറയും. എനിക്കത് അറിയാവുന്നതിൽ കൂടുതൽ എനിക്കറിയാം എന്നാണ് പലരുടെയും ധാരണ. അതുകൊണ്ടൊന്നും ചെയ്യില്ല. ഈ അറിവ് ചീർപ്പിക്കും. എനിക്കറിയാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്നും ചെയ്യില്ല. പക്ഷെ അതിന് യാക്കോബ് പറയുന്നത് എന്താണെന്നറിയാമോ? 4:17 വാക്യം. യാക്കോബ് 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ചാൽ യാക്കോബ് അതിന് ഉത്തരം തരുന്നുണ്ട്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെ. അപ്പൊ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപമാണ്. പാപം അന്വേഷിച്ച് പുറത്തേക്ക് പോകണ്ട. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ മാത്രം മതി എന്ത് ചെയ്യാൻ? പാപം സംഭവിക്കാൻ. അപ്പൊ ഒരു മനുഷ്യന്റെ അല്പം ഭോഷത്വം മതി ഈ ജീവിതം മുഴുവൻ അവനെ നശിപ്പിക്കാൻ. ഒരു മനുഷ്യന്റെ അല്പം ഭോഷത്വം. എക്ലേസിയ അല്ലെങ്കിൽ സഭാപ്രസംഗി 10:1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, സഭാപ്രസംഗി 10:1 ജ്ഞാനിയാണ്, ബുദ്ധിമാനാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് നല്ലതുണ്ട്, ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിലുണ്ട്. പക്ഷേ അപ്പൊ ചത്ത ഈച്ച തൈലമാണ്. പക്ഷെ ചത്ത ഈച്ച, അതിൻ്റെ അകത്ത് ഈച്ചകൾ ചത്തു കിടന്നാൽ എന്ത് സംഭവിക്കും? ആ തൈലത്തിന് വല്ല ഗുണമുണ്ടോ? ആ തൈലത്തിന് വല്ല സ്മെല്ലുണ്ടോ? ചത്ത ഈച്ചയുടെ ദുർഗന്ധം തൈലത്തെ നാറുമാറാക്കുന്നത് പോലെ അല്പം ഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. അല്പം ഭോഷത്വം മതി. അതായത് വിശ്വാസം, നമുക്ക് വിശ്വാസം നേടിയെടുക്കാൻ ഒരുപാട് പ്രയത്നിക്കണം, ഒരുപാട് വർഷങ്ങളെടുക്കും ഒരു വ്യക്തിയുടെ വിശ്വാസം നേടിയെടുക്കാൻ. പക്ഷേ അത് തകർക്കാനോ 1 സെക്കൻഡ് മതി, 1 നിമിഷം മതി നമ്മുടെ വിശ്വാസം അതിനെ തകർക്കാൻ. അപ്പം പാപം തിരിച്ചറിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? 4 തരത്തിൽ നമുക്ക് കാണാം. ഒരു മനുഷ്യൻ പാപം തിരിച്ചറിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതായത് അപ്പോസ്തലപ്രവൃത്തി 2:36-38 വരെ വാക്യങ്ങൾ പറയുമ്പോൾ അത് എങ്ങനെയുള്ള പാപികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്നിട്ടില്ലാത്ത, വീണ്ടും ജനിച്ചിട്ടില്ലാത്ത, കർത്താവായ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി, അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ സകല പാപങ്ങൾക്കും പരിഹാരമായിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അപ്പോസ്തലപ്രവൃത്തി 2:36-38 വരെ വാക്യങ്ങൾ പറയുന്നത് അതാണ്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അത് രക്ഷ പ്രാപിച്ചിട്ടില്ലാത്ത ആളുകളെ, വീണ്ടും ജനിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർ പാപം തിരിച്ചറിഞ്ഞാൽ, അവർ പാപിയാണെന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടതാണ് അവിടെ പറഞ്ഞത്. റോമാലേഖനം 6:1-3 വരെയും കൂടി, അല്ല 3-6 വരെയും കൂടി വായിക്കുമ്പോൾ അവിടെ തന്നെ പറയണത്. റോമാലേഖനം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ
സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചു വരാമെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇത് ക്രിസ്ത്യാനികൾ അല്ലാത്ത ആളുകളുടെ ജീവിതത്തിൽ അവർ പാപികളാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവർ ചെയ്യേണ്ട വഴിയാണ് പറഞ്ഞത്. ക്രിസ്തുവിനോടുകൂടി അവരും എന്ത് ചെയ്യണം? മരിക്കണം, അടക്കപ്പെടണം, ഉയർത്തെഴുന്നേൽക്കണം. പാപസംബന്ധമായി പഴയ മനുഷ്യന് കുഴിച്ചു മൂടണം. അതേസമയത്ത് ഒരു തെറ്റിലകപ്പെട്ട ക്രിസ്ത്യാനിയോട് പറയണ എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 8:22. സ്നാനമേറ്റതാണ്, ക്രിസ്തുവിനോട് ചേരുന്നതാണ്. പക്ഷേ അവൻ ബോഷത്വം കാണിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നീ ഈ വഷളത്വം വിട്ട് മനസ്സാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം, പക്ഷെ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായി. അതാണ് പത്രോസ് അവനോട് പറയണത്. അതാണ്, നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെടുക, നിന്റെ ഹൃദയത്തിലെ ബോഷത്വം, തെറ്റ് ഒരുപക്ഷെ ദൈവം ക്ഷമിച്ച് തരുമായിരിക്കും. അതാ പറയുന്നത് ദൈവത്തോട്. അപ്പം അതാണ് അവിടെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ. 1 യോഹന്നാനിൽ പറയണതാണ്, നമ്മൾ പാവങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കാൻ തക്കണം, വിശ്വസ്തനും നീതിമാനുമാണ് എന്ന് പറയും. മറ്റുള്ളവർ അറിഞ്ഞ പാപമാണെങ്കിലോ? യാക്കോബ് 5:16 യാക്കോബ് 5:16. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി പറയേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും. നീതിമാന്റെ സ്തുതിയോടുകൂടെ പ്രാർത്ഥന വളരെ ഫലിക്കും. അപ്പം അതാണ്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക. നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കും. ഇതാണ് അവിടെ മറ്റുള്ളവർ, അതായത് പരസ്പരം ആ കാര്യങ്ങളെ അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മാനസാന്തരപ്പെടേണ്ടത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ അതിൽ നിന്ന് അവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവിടെ പറയുക. നമുക്ക് അറിയാത്ത പാപം ഉണ്ടെങ്കിലോ? അറിയില്ല. സങ്കീർത്തനം 19:12 നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 19:12. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ, തെറ്റുകളെ എന്നെ ഗ്രഹിപ്പിക്കണം, എനിക്ക് കാണിച്ചു തരണമേ എന്നാണ് അവിടെ പറയുന്നത്. അപ്പം മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ഇല്ലെങ്കിൽ പാപങ്ങൾ പോക്കി എന്നെ ശുദ്ധീകരിക്കണം, അതാണ് അവിടെ അപേക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വർഷമേ നമ്മുടെ മുമ്പിൽ, നമ്മുടെ വിഷയതാണ്, ഒരു വർഷമേ നമ്മുടെ മുമ്പിൽ ഉള്ളു. അപ്പോൾ ആ ഒരു വർഷം മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് എൻ്റെ ജീവിതം അത്രയേ ഉള്ളെങ്കിൽ ആ ജീവിതം നേരെയാക്കുവാൻ ഞാൻ എല്ലാ ശ്രമവും നടത്തും. ഏതെല്ലാം മേഖലകളിൽ എനിക്ക് നേരെയാകാനുണ്ട്, ഏതെല്ലാം വിഷയങ്ങളിൽ എനിക്ക് എൻ്റെ ജീവിതം ക്രമീകരിക്കാനുണ്ട്, അതെല്ലാം ഞാൻ നേരെയാക്കുവാൻ അധ്വാനിക്കും. ഞാൻ അങ്ങേയറ്റം പരിശ്രമിക്കും. അതാണ് ഭാവിക്ക് വേണ്ടി. അടുത്ത പോയിന്റിൽ ഇതാണ്. അപ്പം എനിക്കിതെല്ലാം കിട്ടുമ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതം നേരെയാക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. എനിക്കൊരു പുതിയ മൂല്യബോധം ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കൂടാതെ എനിക്ക് വേണ്ടി, എൻ്റെ ഭാവിക്ക് വേണ്ടി ആവുന്നത്ര കരുതാൻ ശ്രമിക്കും. ഭാവിക്ക് വേണ്ടി ആവുന്നത്ര കാര്യങ്ങൾ കരുതാൻ ഞാൻ ശ്രമിക്കും. അത് നമുക്ക് നോക്കാം. ഒന്നാമത് നമുക്ക് കുടുംബമുണ്ട്, അല്ലേ? അപ്പം നമുക്ക് കുടുംബമുള്ള വ്യക്തികൾ, കുടുംബത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മളെങ്ങനെയായിരിക്കും? എനിക്ക് വർഷം ഒന്നേ ഉള്ളൂ, 365 ദിവസമേ മുമ്പിലുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ കാര്യങ്ങൾ ഞാൻ ആ ഭാഗത്ത് ഞാൻ എങ്ങനെ ക്രമീകരിക്കും? നോക്കാം. 1 തിമോത്തി 5:8 1 തിമോത്തി 5:8. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ
വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അങ്ങനെയായിരിക്കും. അപ്പൊ തനിക്കുള്ളവർക്കും പ്രത്യേകം, തനിക്കുള്ളവർ എന്ന് പറയുമ്പോ തന്റെ കുടുംബം, പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, എൻ്റെ ഭാര്യ മക്കളുണ്ട്, അവർക്ക് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. എനിക്ക് ഒരു വർഷമേ എൻ്റെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മലമുകളിൽ പോയി ധ്യാനിക്കാനല്ല നോക്കണത്. എല്ലാം ഉപേക്ഷിച്ച്, ഞാനിപ്പോൾ ഇനി വീടും ഉപേക്ഷിച്ച്, എൻ്റെ ഭാര്യയൊക്കെ ഉപേക്ഷിച്ച്, മക്കളെ ഉപേക്ഷിച്ച്, എൻ്റെ സകല കാര്യങ്ങളും ഉപേക്ഷിച്ച്, ജോലി ഉപേക്ഷിച്ച്, ഇനി ഞാൻ മരിക്കാൻ പോണേ. അപ്പോൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു മലയിൽ പോയിട്ട് പോസ്റ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു വർഷം. അങ്ങനെയാണോ? തനിക്കുള്ളവർക്കും സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി, പ്രത്യേകം സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായി എന്നാ പറയുന്നത്. വീണ്ടും നമുക്ക് കാണാം സദൃശവാക്യം 22:16. അത് സോറി, 6-ാം വാക്യം 22:6. സദൃശവാക്യം 22:6. അവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ ഒറ്റനായാലും അവൻ വിട്ടുമാറുകയും. മക്കളുണ്ട് കുടുംബത്തിൽ. ഒന്ന് ഭൗതികമായിട്ട് എൻ്റെ മക്കൾക്ക് കുടുംബത്തിന് ആഹാരം ഉണ്ടാകണം, അല്ലെങ്കിൽ ജോലി ചെയ്യണം. ജോലി ചെയ്യാതിരിക്കാനാണ് അവിടെ പറഞ്ഞത്, അല്ല, ജോലി ചെയ്യണം. മക്കൾക്ക് കുടുംബത്തിനൊക്കെ നമുക്ക് വേണ്ടി കരുതിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. രണ്ടാമത് മക്കളുണ്ട്, മക്കളെ എന്ത് ചെയ്യണം? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. വൃദ്ധനായാലും വിട്ടുമാറില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കണം. ജോലി തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കടന്നു പോകാനല്ല. ഇന്നലെ എൻ്റെ കസിൻ ഒരു ബാഗിൽ വെച്ച് ഒരു കസിനെ കണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായുള്ളൂ. അപ്പം അവൻ കണ്ടപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ട്? അപ്പം വീട്ടിലേക്ക് ഇങ്ങോട്ട് ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പറയാം, സമയം ക്രമീകരിക്കാം. പുള്ളിക്കാരത്തേക്കും ജോലിയുണ്ട്, വൈഫിനും ജോലിയുണ്ട്. ഇവൻ പോളണ്ടിലാണ്, പോളണ്ടിൽ പോകണം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പോകാൻ അടുത്ത മാസം ജനുവരി ആദ്യത്തിൽ പോകണം. അപ്പോൾ വൈഫിൻ്റെ ഡ്യൂട്ടി ഉച്ച മുതൽ രാത്രി 10 മണി വരെ. അപ്പം ഇവൻ ഫ്രീ ആകുമ്പോൾ അവൾക്ക് ഫ്രീ അല്ല, അവൾ ഫ്രീ ആകുമ്പോൾ ഇവന്. ഇതാണ് തിരക്ക്. അവരുടെ ജീവിതം പോലും എന്ത് ചെയ്തോണ്ടിരിക്കും? ഈ കാണുന്ന സന്തോഷം എന്നൊക്കെ പോകും. ലക്ഷ്യം എന്തിനു മാത്രമായി? പണം, ധനസമ്പാദനത്തിന് വേണ്ടി മാത്രമായി ചെയ്തു. രണ്ടുപേരും ഹാർഡായിട്ട് അധ്വാനിക്കണം. എന്തിനു വേണ്ടി? അവസാനം ഇട്ടിട്ടും പോകാൻ പോണം കുറേ പണത്തിന് വേണ്ടി. ഈ ലോകത്തിൽ വെച്ചു പോകാൻ പോണം കുറേ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് അധ്വാനിക്കുകയാണ്. അധ്വാനത്തോട് അധ്വാനം. അവരൊരുമിച്ച് സംസാരിക്കാനോ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനോ ഒന്നിനും സമയമില്ല. മക്കളുണ്ടായാലും അവരെ വളർത്താൻ സമയമുണ്ടോ? ഇല്ല. മക്കളെ ദൈവം എന്താ പറയുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. സദൃശവാക്യത്തിൽ ആവർത്തന പുസ്തകത്തിൽ എന്താ പറയുന്നത്? 6:7. ആവർത്തന പുസ്തകം 6:7 എന്താ പറയണത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അതാണ് കുടുംബത്തെ കരുതുക എന്ന് പറയുന്നത്. കുറെ ആഹാരം കൊടുക്കുന്നതല്ല. ഒരുപാട് ആൾക്കാരുടെ വീടുകൾ ടെക്സ്റ്റൈൽസ് ആണ്. കുറെ ആൾക്കാരുടെ വീട് ഹോട്ടലാണ്. ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് വ്യത്യസ്തമായ ആഹാരമാണ്. അത് ആരുണ്ടാക്കി കൊടുക്കണം? ഓർഡർ ചെയ്യണേ, എനിക്ക് പുട്ട് മതിയെന്ന് ഓർഡർ ചെയ്യണേ, എനിക്കിന്ന് ചപ്പാത്തി മതി, അപ്പം എനിക്കിന്ന് ഇഡ്ഡലി മതി. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ്? ഹോട്ടലാണ്. ചില കുടുംബങ്ങൾ ഹോട്ടലാണ്, ചില കുടുംബങ്ങൾക്ക് ടെക്സ്റ്റൈൽസ് ആണ്. കാരണം എന്താണ്? എല്ലാ മക്കൾക്ക് ആവശ്യം ഡ്രസ്സ് മതി. വ്യത്യസ്ത തരത്തിലുള്ള ഡ്രസ്സുകൾക്കാണ് പ്രാധാന്യം. എനിക്ക് ആ ഉടുപ്പ് വേണം, കല്യാണത്തിൽ പോകണമെങ്കിൽ എനിക്ക് പുതിയ ഉടുപ്പ് വേണം, ഭാര്യ പറയും, മക്കൾ പറയും. അപ്പം ഓരോ സമയം ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് ഇവിടെ വരെ. പക്ഷെ അങ്ങനെയല്ല. മക്കൾക്ക് എന്താണ് പ്രധാനപ്പെട്ടത്? ദൈവത്തിൻ്റെ വാക്കുകൾ ചൊല്ലിക്കൊടുക്കണം. കുഞ്ഞുനാളെ തൊട്ട് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. വൃദ്ധനായാലും മാറിപ്പോകില്ല.
ചുടല വരെ എന്ന് പറയുന്നില്ലേ, അതാണ് പാട്ടില്ലേ, അതുപോലെ ഒരു ചൊട്ടയിലെ ശീലം ചുടല വരെ നിൽക്കും എന്ന് പറഞ്ഞാൽ മരിക്കുന്നവരെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് ദൈവം പറയണതാണ്, നിന്റെ മക്കൾക്ക് നീ ആദ്യം നിന്റെ ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ നിന്റെ മകളെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക ആദ്യം. എന്നിട്ട് നീ ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. എപ്പോൾ പറഞ്ഞു കൊടുക്കണം? വീട്ടിലിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എണീക്കുമ്പോഴും ഒക്കെ അവരോട് സംസാരിക്കുക. അതാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഫിലിപ്പി ലേഖനം 1:22 തൊട്ട് 24 വരെ. അപ്പം അതുകൊണ്ട് നമ്മൾ വീണ്ടും അവശേഷിക്കേണ്ട ചുരുങ്ങിയ സമയം, നമുക്ക് കുറച്ച് സമയം അവശേഷിക്കുന്നു. ആ അവശേഷിക്കുന്ന ചുരുങ്ങിയ സമയം ഭദ്രമാക്കുവാൻ എല്ലാ ശ്രമവും ഞാൻ നടത്തും. എന്നാൽ ജഗത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ജനിക്കുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിലൂടെ ഇരുപ്പാൻ എനിക്ക് കാക്ഷിയുണ്ട്. അത് അത്യന്തമുണ്ട്. എന്നാൽ ഞാൻ ജഗത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിഷം ഏറെ ആവശ്യം. അപ്പോൾ അതാണ് പൗലോസിന് രണ്ട് കാര്യങ്ങളാണ്. പൗലോസ് ഇപ്പോൾ കാരാഗൃഹത്തിലാണ്, ചില മരിക്കുമെന്ന് അറിയാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക്, കാരണം എനിക്കിപ്പോൾ കാരാഗൃഹത്തിൽ നിന്ന് പുറത്ത് എല്ലാവരോടും ഇടപെടാനോ എങ്ങും പോകാനോ എനിക്ക് അങ്ങനെ ഫ്രീഡം ഇല്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ ശരീരത്തിൽ എനിക്കൊരു മരണം സംഭവിച്ചാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനിപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമാണ്, എനിക്ക് എൻ്റെ ഏറ്റവും അരുമനാഥൻ എൻ്റെ കർത്താവിനോടുകൂടി എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. പക്ഷേ മറ്റൊരു സന്തോഷമുണ്ട്, ജഡത്തിലിരിക്കുമ്പോൾ അത് മറ്റുള്ളവരോട് സംസാരിക്കാൻ. നിങ്ങളെ സംബന്ധിച്ച്, ഈ ലോകത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഞാൻ ജഡത്തിലിരുന്നാൽ പ്രയോജനം ഉണ്ടാവും. കാരണം ആളുകളോട് എന്ത് പറയാൻ പറ്റും? ഒരാളെയും കൂടി രക്ഷപ്പെടുത്താൻ പറ്റും, എനിക്ക് പല ആത്മാക്കളെ നേടാൻ പറ്റും. അതുകൊണ്ട് ശരീരത്തിലിരിക്കുന്നതും എനിക്കിഷ്ടമാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്നത് അധികം ഇഷ്ടമാണ്. പക്ഷേ ഇല്ല, ജഡത്തിലിരിക്കുമ്പോൾ അതും എനിക്കിഷ്ടമാണ്. കാരണം അത്രയും സമയം കൂടി ആളുകളെ നേടാൻ പറ്റും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ട് ആത്മാക്കളെ നേടുവാൻ വേണ്ടതെല്ലാം ആരും ചെയ്യും? മൂല്യബോധമുള്ളവർ ചെയ്യും. സമയം ബുദ്ധിയോട് കൈകാര്യം ചെയ്യുന്നവർ ചെയ്യും. അവരുടെ ജീവിതത്തിൽ എൻ്റെ കാര്യങ്ങൾ ക്രമത്തിലാക്കാൻ, എൻ്റെ ഭാവിക്ക് വേണ്ടി കരുതുവാൻ. കാരണം നമുക്ക് ഭാവിയിലേക്ക് കരുതാനുള്ളത് ഏക സമ്പത്ത് എന്തുമാത്രമേ ഉള്ളൂ. ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബന്ധുക്കളൊക്കെ ചെയ്യുന്ന പോലെ, സഹോദരങ്ങളൊക്കെ യൗവനക്കാരായിട്ടുള്ള ആൾക്കാർ കല്യാണമൊക്കെ കഴിച്ച് അവർ ഭാര്യയ്ക്ക് ജോലി, ഭർത്താവിന് ജോലി, തിരക്ക്, മിണ്ടാൻ പോലും സമയമില്ല. ഇങ്ങനെയുള്ളവരെങ്ങനെ മക്കളെ വളർത്തും? എങ്ങനെ അവരുടെ സ്വന്തം കുടുംബത്തെ പോലും കരുതാൻ പറ്റുന്നില്ല, സ്വന്തം കുടുംബത്തെ പോലും നോക്കാൻ നേരമില്ല. പിന്നെ എങ്ങനെ വേറെ ആൾക്കാരെ പോയി ആത്മാക്കളെ നേടാൻ പറ്റും? പക്ഷേ ഇതൊക്കെ ഇട്ടിട്ട് പോകുന്ന സമ്പത്താണെന്ന് ബുദ്ധിയില്ല, ബോധവുമില്ല. ഇതെല്ലാം ഇട്ടിട്ട് പോകും. നേടാൻ കഴിയുന്ന ഏക സമ്പത്ത് നിങ്ങൾ കൊണ്ടുപോകുന്ന ആത്മാക്കൾ മാത്രം. ഭൂമിയിൽ നിങ്ങൾ നേടുന്ന ആത്മാക്കൾ മാത്രമേ സ്വർഗത്തിലുള്ള നിക്ഷേപം, സ്വർഗത്തിലെ നിക്ഷേപം. അതുകൊണ്ട് ആത്മാക്കളെ നേടുവാൻ വേണ്ടതെല്ലാം ഒരു ക്രിസ്ത്യാനി ചെയ്യും. യെശയ്യാ 55:11 വാക്യം വായിക്കാം. യെശയ്യാ 55:11. അതുകൊണ്ട് നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യുന്ന വേലകളോ മനുഷ്യരോട് സംസാരിക്കുന്ന വചനങ്ങളോ ഒന്നും പാഴായി പോകുന്നില്ല. അതൊക്കെ വിത്താണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം. അത് വെറുതെ എന്ത് ചെയ്യില്ല, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരില്ല എന്ന് അത് മുകളിൽ പറയുന്നുണ്ട്. ആകാശം പോവും, അതായത് വീണ്ടും താഴേക്ക് മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതയ്ക്കുവാൻ വിത്തും തിന്നുവാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്ന പോലെ എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം വെറുതെ എൻ്റെ അടുത്തേക്ക് വരികില്ല. അതിൻ്റെ വിത്തിൻ്റെ ഗുണം അത് ചെയ്യും, ആ ഫലം അത് ചെയ്യും. ഓക്കെ, അപ്പം
അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് മത്തായി 28:19 പറയണ പോലെ ഉപദേശത്തിന്റെ സ്വാഭാവിക ഫലമാണ് സ്നാനം. ഒരു ഉപദേശം ഒരാളോട് നമ്മൾ അറിയിക്കുകയും മനസ്സിലാക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തി വീണ്ടും ജനിക്കും, ഇല്ലേ? വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കും. അത് ആ രക്ഷയുടെ ആ വചനം ചെയ്യുന്ന സ്വാഭാവിക ഫലമാണ് എന്ത്? ഒരു വ്യക്തി സ്നാനപ്പെടുന്നത്. എന്നാൽ 1 കൊരിന്ത്യർ 16:9 അതിനു വേണ്ടിയിട്ട് അവസരം അന്വേഷിക്കുന്നവർക്ക് ദൈവം അതിന് അവസരവും ഒരുക്കി കൊടുക്കും. വായിക്കാം 1 കൊരിന്ത്യർ 16:9. എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരും. അപ്പം പൗലോസ് എപ്പോഴും അന്വേഷിക്കുന്നതാണ് ഒരു വാതിൽ. ആളുകളോട് സംസാരിക്കാൻ എനിക്കൊരു വാതിൽ വേണം. അതാണ് പ്രാർത്ഥിക്കുന്നതും അതാണ് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതും. അപ്പോൾ വാതിൽ കിട്ടുമ്പോൾ സന്തോഷിക്കുകയാണ്. എതിരാളികളെ കൊണ്ട് ഇഷ്ടം പോലെയുണ്ട്. കണ്ട, നമ്മൾ ഗലാത്യ ലേഖനം വെള്ളിയാഴ്ച തോറും നമ്മൾ ഗലാത്യ ലേഖനം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ ഇത്രയും നമ്മളിപ്പോൾ ഏകദേശം 5-ാമത്തെ അധ്യായത്തിലേക്ക് എത്തി. ഒരു ചാപ്റ്ററും കൂടി നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. അപ്പം അതിൽ നമ്മൾ എത്ര ക്ലിയർ ആയിട്ടാണ് കണ്ടത്. എന്തോരം ശത്രുക്കളാണ്. ഈ ശത്രുക്കളുടെ നടുവിലാണ് അധ്വാനിക്കുന്നത്. എത്രമാത്രം ഭാരമുണ്ട്. ക്രിസ്തുവിലേക്ക് നേടിയ ആൾക്കാരെ നഷ്ടപ്പെടുത്തി പോവുകയാണ്. ക്രിസ്തുവിലേക്ക് നേടിയ ആൾക്കാരെ വഴിതെറ്റി പോവുകയാണ്. ദുരുപദേശക്കാർ പിടിച്ചു പറിച്ചു കൊണ്ടുപോവുകയാണ് ദൈവത്തിൽ നിന്ന്. ആത്മാക്കൾ വലിച്ചിഴക്കപ്പെടുകയാണ്. ഭാരമുണ്ട്. അതാ പറയണത്, ശത്രുക്കൾ എനിക്ക് ഒരുപാടുണ്ട്, പക്ഷേ എനിക്കൊരു വിശാലമായ വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു. അപ്പം ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ അവസരങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവം അവസരങ്ങൾ ഒരുക്കി കൊടുക്കും. ആളുകൾ പലരും അവരെ ഓർമ്മിക്കാൻ പലതും ചെയ്യാറുണ്ട്. ഞാൻ മരിച്ചാലും എന്നെ ഓർക്കണം, അല്ലേ? അങ്ങനെ ചെയ്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സംഭവം ഓർക്കണ്ട. ഞാൻ മരിച്ചാലും എന്നെ ഓർക്കണമെന്നും പറഞ്ഞുകൊണ്ട് സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. ഏതെങ്കിലും സ്മാരകം നിങ്ങൾ ഓർക്കണ്ട? താജ്മഹൽ ഒരു സ്മാരകമാണ്, അല്ലേ? ഗാന്ധിജി പ്രതിമകളൊക്കെ ഉണ്ടാക്കി. അത് ഗാന്ധിജി ഉണ്ടാക്കിയല്ല, മറ്റാൾക്കാരുണ്ടാക്കിയിട്ടില്ല. അല്ല, ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെ സ്മാരകങ്ങൾ ഉണ്ടാക്കാം. മോദി ഉണ്ടാക്കി. പല അല്ലേ, രാഷ്ട്രീയക്കാരും രാജാക്കന്മാരും ഒക്കെ സ്മാരകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈജിപ്തിലെ പിരമിഡ് എന്തിന്റെ ഓർമ്മ? രാജാക്കന്മാരുടെ അവരുടെ ശവകുടീരങ്ങളാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് സ്മാരകങ്ങൾ ലോകത്തിലുണ്ട്. എന്നാൽ പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഏറ്റവും വലിയ ജ്ഞാപകവും ഏറ്റവും വലിയ സ്മാരകം എന്താണ്? നമ്മൾ തുടങ്ങുന്നതും ഒരിക്കലും അവസാനിക്കാത്തതുമായ ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തുടങ്ങുന്നു ഈ കാര്യം ഒരിക്കലും അവസാനിക്കാതെ അവസാനം മരിച്ചാലും ആ നീണ്ടു നിൽക്കുന്ന ഓർമ്മ കൊണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ഇതൊക്കെ ഉണ്ട്. അതായത് ഒന്നും കൂടി ചിന്തിച്ച് നോക്കിയേ, എന്നേക്കും നമ്മളെ ഓർമ്മിക്കുന്നത് അതൊന്നുമല്ല. നമ്മളല്ല ഓർക്കണത്, നമ്മളെ ഓർക്കുന്നത്. നമ്മൾ കൊടുത്ത വിശ്വാസം പിൻപറ്റുന്ന ആത്മാക്കൾ അതാണ് ഏറ്റവും വലിയ സ്മാരകം, ഏറ്റവും വലിയ ഓർമ്മ. അതാണ് ഇപ്പൊ നമ്മളെ നേടിയവരെ മറക്കോ? ഇല്ല. അതാണ് ഏറ്റവും വലിയ ഓർമ്മ, ഏറ്റവും വലിയ ജ്ഞാപകം. അതാണ് നമ്മൾ നേടുമ്പോൾ അവർ നമ്മളെ വേറെ ആരെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്നത് അവരായിരിക്കും. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയ ജ്ഞാപകം എന്നുള്ളത് നമ്മൾ തുടങ്ങുന്നതും അവസാനിക്കാത്തതുമായ ഓർമ്മ കൊണ്ടുവരുന്നത് ആത്മാക്കളെ രക്ഷിക്കുന്ന പ്രവൃത്തിയാണ്. പുതിയ ആത്മാക്കൾ അവരുടെ സൗരഭ്യവാസനയായ, അതായത് നമ്മൾ നേടുന്ന ആത്മാക്കൾ അവരുടെ സൗരഭ്യവാസനയായ ജീവിതം മറ്റൊരാത്മാവിനെ കൂടി നേടുവാൻ ഉപയോഗിക്കുമ്പോൾ ഈ വീണ്ടും ജനിക്കപ്പെടുന്നവരുടെ ചങ്ങല, വീണ്ടും ജനിക്കപ്പെട്ട ആളുകളുടെ ആ ചങ്ങല തുടർച്ചയായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരാളെ നേടി, അയാൾ വേറൊരാളെ നേടി, അയാൾ മറ്റൊരാളെ നേടുന്നു, ഈ ചങ്ങല നീണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇത് ഓർമ്മയാണ്.
ഏറ്റവും വലിയ സ്മാരകം, ഏറ്റവും വലിയ ജ്ഞാപകം എന്ന് പറയുന്നതാണ്. പുതിയ ആത്മാക്കൾ അവരുടെ സൗരഭ്യവാസന പുറത്തേക്ക് കൊണ്ടുവരും. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി ചെയ്യേണ്ട നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറഞ്ഞാൽ അതാണ്. നശിച്ചു വന്ന ഭൂമിയിലുള്ള സ്വർണവും വെള്ളിയൊന്നും അല്ല, വസ്തുവകളൊന്നും അല്ല, വീടൊന്നും അല്ല. ഒരു വർഷം മാത്രമാണ് നമ്മൾ വേണ്ടി ചിന്തിക്കാൻ. ഒരു വർഷമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ഒരു വർഷം മാത്രമാണ് എനിക്ക് ജീവിതം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഭാവിക്കും എൻ്റെ ഭാവിക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കും. എൻ്റെ ആത്മീയ ജീവിതം വളർത്തും, ഇല്ലേ? എൻ്റെ ആത്മീയ ജീവിതം ഞാൻ വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ? അപ്പം അതിനു വേണ്ടിയിട്ട് എന്താണ്? ഒരു വർഷമാണ് ജീവിക്കുന്നത്. അപ്പം ദൈവസന്നിധിയിലേക്ക് ഞാൻ പോകും, അറിയാം, ദൈവസന്നിധിയിലേക്ക് ഞാൻ പോകും. എൻ്റെ ആത്മീയ ജീവിതം ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ളതായ ആ ഒരു തയ്യാറെടുപ്പിൽ ഞാൻ വളർത്തും. ദൈവത്തിനെ കാണുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്നല്ല കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ പറയും? കർത്താവ്, ഞാൻ അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, ഞാൻ അങ്ങ് സഭയാവത്തിലൊക്കെ മുടങ്ങാതെ പോയല്ലോ, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു, അത്ഭുതം ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചു, പലതും ചെയ്തല്ലോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുകയും. സിൽവാൻസ് നേരത്തെ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മൾ ഈ മുറി കൂടി വരുന്നത്? എത്രയോ AC ഉള്ള സ്ഥലങ്ങളുണ്ട്, ഭയങ്കര സെറ്റപ്പായിട്ടുള്ള അടിച്ചു പൊളിച്ചുള്ള പാട്ടുകളും എന്തെല്ലാം കാര്യങ്ങളുണ്ട് ലോകത്തിൽ, അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ കൂടി വരുന്നത്? ജീവന്റെ വചനം, നിത്യജീവന്റെ വചനം. അല്ലാണ്ട് നീ ഇങ്ങനെ വന്നാൽ നിനക്ക് വീട് കിട്ടും, ഇങ്ങനെ വന്നാൽ നിന്റെ കല്യാണം നടക്കും, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് കോടികൾ ബാങ്കിൽ ഉണ്ടാകും, അതാണോ? അതല്ല. അത് കിട്ടും ഇത് കിട്ടുമെന്നല്ല പറയണത്. നിങ്ങൾക്ക് ഒന്നും കിട്ടൂല, ഉള്ളതും കൂടി കഷ്ടപ്പെടുമെന്നാണ് പറയണത്. എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എനിക്ക് വെക്കട്ടെ. എൻ്റെ ശിഷ്യനായപ്പൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സ്വന്തം വസ്തുവകളെയും തനിക്കുള്ളതൊക്കെ ഉപേക്ഷിക്കാതെ എൻ്റെ പിന്നാലെ വരുവാൻ എൻ്റെ ശിഷ്യനായപ്പൻ കഴിയില്ലെന്ന് പറഞ്ഞത്. അതാണ് ശരിക്കും സത്യത്തിൻ്റെ ജീവൻ്റെ വചനം. എന്നാൽ നമ്മൾ ദരിദ്രരായി നമ്മൾ നശിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവിതം ആസ്വദിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, സന്തോഷത്തോടെ എപ്പോഴും. അങ്ങനെ ആ യഥാർത്ഥ ജീവിതം, ശരിയായ ജീവിതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും സന്തോഷിക്കും, തടവിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരെയും സന്തോഷിക്കും എന്ന് പറയും. കാരണം യഥാർത്ഥ സന്തോഷം എന്താണെന്ന് അവരാണ് അറിയുന്നത്, ദൈവമക്കൾ. അതാണ് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വഴികൾ അന്വേഷിക്കും. ആന്തരികമായി എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറയുന്നത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അറിയില്ലെന്ന് പറയുന്നതല്ല, ഞാൻ നിന്നെ അറിയില്ല മോനെ അല്ല പറയുന്നത്. അപ്പം കർത്താവിൻ്റെ ശരിയായ സഭയുമായിട്ട് നമ്മൾ ബന്ധപ്പെടാനാണ് ഒന്നാമത്തെ വഴി. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള 2 വഴികളുണ്ട്. അതിൽ ഒന്നാമത്തെ വഴി അതായത് കർത്താവിൻ്റെ ശരീരമായ സഭയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് എഫെസ്യർ 1:22-23 വായിക്കാൻ പറ്റും. എഫെസ്യർ 1:22-23. സർവവും അവൻ്റെ കാൽക്കീഴിൽ വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാം നടക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവരുടെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആത്മീയ വളർച്ചയ്ക്കുള്ള 2 വഴി. ഒന്ന് കർത്താവിന്റെ ശരീരമായ സഭയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അവന്റെ ശരീരമായ സഭയുടെ, അതായത് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവാണ് അവന്റെ ശരീരമായ സഭ. കർത്താവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ എന്തിനോടാ ചേർന്നത്? കർത്താവിന്റെ ശരീരമായ സഭയോടാണ് ഞാൻ ചേർന്നത്. അവന്റെ ശരീരമാണത്, അതിൻ്റെ എല്ലാ നിറവും ഉള്ള സഭയാണ്. ആ സഭയോട് ഞാൻ ചേർക്കപ്പെട്ടപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകും, എനിക്ക് തോന്നുമ്പോൾ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകൂല. അങ്ങനെയാണോ? അങ്ങനെയല്ല. മറിച്ച് എന്താ അവിടെ പറയണത്? എല്ലാ സഭായോഗങ്ങളിലും മുടക്കാതിരിക്കുവാൻ ഞാൻ ശ്രമിക്കും. കാരണം ഉണ്ടായി, സഭായോഗങ്ങളിൽ മുടക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അതിന് കാരണം എന്താണെന്നറിയാമോ? ദൈവം അത് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കാരണം അവൻ്റെ ശരീരമായ സഭയാണ്, അതിൻ്റെ തേജസ്,
അതിൻ്റെ നിറവ്. എല്ലാറ്റിലും എല്ലാം നിറക്കുന്നവൻ്റെ നിറവാണ് അവൻ്റെ ശരീരമായ സഭ. അതുകൊണ്ട് ഞാൻ സഭായോഗത്തിൽ പോണതിനാ, സഭായോഗങ്ങൾ മുടക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്യണെന്തിനാ? ദൈവം അതെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എഫേസ്യർ 5 എബ്രായ ലേഖനം 10:25 വായിച്ചു നോക്കിയേ, ശരിയാണോ? എബ്രായർ 10:25 അതല്ലേ പറയണേ? നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. സ്നേഹത്തിനും ചിലർ 24 വാക്യം തൊട്ട് വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ടും സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അപ്പൊ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെയാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? അത്തരം സഭായോഗങ്ങളിലാണ് എന്നെ ബലപ്പെടുത്തുന്നത്, എന്നെ സജീവമാക്കുന്നത് അവിടെയാണ്. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അവിടെയാണ് എന്നെ വളർത്തുന്നത്, എന്നെ വളർത്തുന്ന നിലമാണത്. അപ്പൊ അതുകൊണ്ട് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. നാൾ സമീപിക്കും തോറും അധികം ചെയ്യേണ്ടതാകുന്നു എന്ന് പറയുന്നു. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ വഴികളും എൻ്റെ കഴിവുകളും എൻ്റെ താലന്തുകളും ഒക്കെ ഉപയോഗിക്കാത്തതോർത്ത് എവിടെയാണ് നമുക്ക് ദുഃഖം തോന്നുന്നത്? സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ കഴിവുകളൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി, എൻ്റെ താലന്തുകളൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി. എന്ത് കേൾക്കുമ്പോഴാണ് നമുക്ക് അതൊക്കെ തോന്നണം? ദൈവവചനം കേൾക്കുമ്പോൾ, ഉത്സാഹിപ്പിക്കുമ്പോൾ, പ്രബോധിപ്പിക്കുമ്പോൾ, ഇവിടെയാണ് നമുക്കതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് വീണ്ടും എന്ത് ചെയ്യും? നമ്മളുടെ ജീവിതത്തിൽ സ്വയമായി, ആരും നിർബന്ധിക്കേണ്ട, സ്വയമായി എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചെയ്യും. എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാനത് ചെയ്യും. അതാണ് ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 25:21 വാക്യം വായിക്കാം. യേശുവിനെ കുറിച്ച് അപ്പോൾ എന്താ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? കർത്താവ് യേശുവിനെ കുറിച്ച് എന്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കും? അതിന്റെ യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരിക്കുന്നു. യേശുവിനെ കുറിച്ച് പറയണത് അത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പിതാവിൻ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കും എന്നാണ്. അവിടെയാണ് നമ്മൾ സഭായോഗത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചൂടുള്ള അവസ്ഥയും തണുപ്പുള്ള അവസ്ഥയും ഒക്കെ ആയിട്ട് നമ്മൾ പല സമയങ്ങളും ചെലവഴിച്ചിട്ടുണ്ട്, കടന്നു പോയിട്ടുണ്ട്, അല്ലേ? ശീതോഷ്ണാവസ്ഥ. വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറയണത് എന്താണ്? നീ ചൂടുള്ളവനുമല്ല തണുപ്പുള്ളവനുമല്ല, ശീതോഷ്ണവാൻ, ഞാൻ നിന്നെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. അപ്പം ശീതോഷ്ണവാനും ഇല്ല, ചൂടുമല്ല തണുപ്പുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ പോയിട്ടുണ്ട്. അതെല്ലാം മാറ്റി അപ്പോസ്തലപ്രവൃത്തി 2:42 പറയണ പോലെ ആകും. അപ്പോസ്തലപ്രവൃത്തി 2:42 പറയുന്നത് പോലെ ഞാൻ ആകും. അതാണ് നമ്മൾ സഭായോഗങ്ങളിൽ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന വിഷയങ്ങൾ. എന്താണ് അവിടെ പറയണത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോന്നു. ഞാനും അതുപോലെ ആകും. അന്ന് അവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ കഴിച്ച് പ്രാർത്ഥന കഴിച്ച് അപ്പം നുറുക്കി കടന്നുപോയി. ഞാനും ഉത്സാഹത്തോടുകൂടി അതുപോലെ തന്നെയാവും. അതാണ് നമ്മൾ ക്രിസ്ത്യ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ 1 കൊരിന്ത്യർ 15:58 വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 15:58 ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. അപ്പം നമ്മൾ ചെയ്യുന്നത് ഒന്നും തന്നെ എന്തല്ല,
നമ്മളൊരു വിഷയം ഞാൻ ഇത്ര അധ്വാനിച്ചിട്ട് ഒരാൾ പോലും കേട്ടില്ലല്ലോ അല്ലേ. നമ്മൾ കുറേ എത്രയോ പേര് ചിലപ്പോൾ നമുക്ക് നിരാശ തോന്നും. ഞാനും എൻ്റെ ഭാര്യയും കൂടി 5 വർഷമൊക്കെ പോയി പഠിപ്പിച്ച ആൾക്കാർക്ക് നമ്മൾ വിചാരിക്കും ഇപ്പോൾ വരും. അവരിപ്പം തന്നെ തീരുമാനം എടുക്കും, അവരിപ്പം തന്നെ സ്നാനപ്പെടും, അവരിപ്പം തന്നെ വെറുതെ. അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരുപാട് നിരാശയുണ്ടാകും. പക്ഷേ നമ്മൾ ചെയ്യുന്നതിന് വിലയുണ്ടോ? വില ദൈവം കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. നോഹ നൂറുകണക്കിന് വർഷം പ്രസംഗിച്ചിട്ടും പെട്ടകം പണിയുമ്പോഴെല്ലാം ആൾക്കാരത് കണ്ടിട്ടും എന്ത് ചെയ്തില്ല? ഒരാൾ പോലും കേട്ടില്ല, അനുസരിച്ചില്ല. നോഹേനെയും നോഹയുടെ കുടുംബത്തെയും മാത്രം 8 പേരെ അന്ന് രക്ഷിച്ചു. അപ്പൊ അത് മാത്രം ഓർത്താൽ മതി. ദൈവവേല ചെയ്യുമ്പോൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മള് ഞാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ, ആരും അനുസരിച്ചില്ലല്ലോ, സ്നാനപ്പെട്ടില്ലല്ലോ, ആരും അത് ഗണ്യമായിട്ട് എടുത്തില്ലല്ലോ, ഒരിക്കലും ചിന്തിക്കണ്ട. ഇവിടെ പൗലോസ് പറയണത്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുരുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ, കർത്താവിൽ നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. നമുക്ക് ചെയ്യാനുള്ള ചെയ്യുക. ഒരാഴ്ചയേ ഉള്ളൂ, ഒരു വർഷമേ ഉള്ളൂ. 2024 വരാമാണ്. ഈ വർഷം കണക്കുകൂട്ടി പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ഉത്സാഹിക്കുക. ഒരു വർഷം നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുകയാണിത്. അതിനു വേണ്ടിയിട്ട് മുമ്പോട്ട് പോകാം. വെളിപ്പാട് ദിവസം 3:16 വാക്യം വായിക്കാം. ഒരിക്കലും അതുപോലെ ആകരുത്. വെളിപ്പാട് 3:16. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ഇത് അവിശ്വാസിനോട് പറയുന്ന വാക്കല്ല. ഇത് സഭയിൽ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നവരോട്, സഭയിലുള്ള ആളുകളോട് പറയുന്ന വാക്കാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. അങ്ങനെ ആകല്ലേ. അങ്ങനെ ആകാതെ സമയം നമ്മുടെ കാര്യങ്ങൾ എൻ്റെ അവസാന വർഷം ഞാൻ ചൂടായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചിന്തിക്കുക, ഞാൻ മരിക്കാൻ പോണ ദിവസം, എൻ്റെ മരണത്തിൻ്റെ വർഷം ഏറ്റവും ചൂടുള്ളവനായിട്ട്, ദൈവത്തിനായി ഏറ്റവും എരിയുന്നവനായിട്ട് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിരിക്കട്ടെ. ഒരു ജീവിതമേ ഉള്ളൂ, അത് പെട്ടെന്ന് കടന്നു പോകും. ക്രിസ്തുവിനായി ചെയ്തത് മാത്രമേ അവസാനം വരെ നിൽക്കുകയുള്ളൂ. കർത്താവായ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അത് മാത്രമേ അവസാനം വരെ നിൽക്കുകയുള്ളൂ. സമയം പാഴാക്കല്ലേ. ആരും സമയം വെറുതെ കളയല്ലേ, വേസ്റ്റാക്കല്ലേ. അവസാനത്തെ ഒരു പോയിന്റ് കൂടി നമ്മൾ ചിന്തിച്ചിട്ട് ക്ലോസ് ചെയ്യാം. എൻ്റെ സമയം, അതായത് ഞാൻ ബൈബിൾ നിരന്തരമായി പഠിക്കുമെന്നുള്ളതാണ്. ഒരു വർഷമേ നമുക്കുള്ളെങ്കിൽ ഞാൻ എൻ്റെ തീരുമാനങ്ങളിൽ എടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും ബൈബിൾ നല്ലപോലെ പഠിക്കും. കാരണം അതെനിക്ക് വേറൊരാളെ പഠിപ്പിക്കാൻ ആവശ്യമാണ്. ഞാൻ ബൈബിൾ നിരന്തരമായി പഠിക്കും. സമയം കിട്ടിയില്ല എന്നുള്ള ഒഴികഴിവ് ഞാൻ പറയില്ല. എനിക്ക് ബൈബിൾ വായിക്കാൻ സമയം കിട്ടിയില്ല, എനിക്ക് ആ ചവറ് വരാണ്ടായി, ഈ ചവറ് വരാണ്ടായി, ഇല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാണ്ടായി, ഇല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല, എനിക്കൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, സമയമില്ല. അപ്പം അങ്ങനെ ആകരുത്. 2 തിമോത്തി 2:15 വാക്യത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം? 2 തിമോത്തി 2:15 യുവാക്കളും യുവതികളും എല്ലാവരും തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ വിഷയത്തിലായിരിക്കട്ടെ. അതിനാണ് നമ്മൾ നിരന്തരമായി വചനം പഠിക്കുന്നത്. സത്യവചനത്തെ യാഥാർത്ഥ്യമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. എന്തിനാ അത് പറയണത്? സത്യവചനത്തെ തെറ്റായ രീതിയിലും പഠിപ്പിക്കാൻ പറ്റും എടുത്തുകൊണ്ട്. കാരണം സാത്താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അതാണ് 2 കൊരിന്ത്യർ 11 പറയുന്നത്. ബട്ട് അതിലേക്കല്ല നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവനായി, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. അതിന് ദൈവത്തിന്റെ വചനം നിരന്തരമായി
പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു കാര്യം, റോമർക്ക് എഴുതിയ ലേഖനം 10:17 വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ എന്ത് വർദ്ധിക്കും? വിശ്വാസം. സ്നാനപ്പെടുന്നതിന് മുമ്പ് മാത്രമാണ് അത് ആവശ്യം. സ്നാനപ്പെടുന്നതിന് മുമ്പ് മാത്രമല്ല അത്. സ്നാനപ്പെട്ടതിന് ശേഷം നമ്മൾ നിരന്തരമായ വചനം പഠിക്കുമ്പോൾ എന്താ വരുന്നത്? നമുക്ക് വിശ്വാസം. കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇപ്പൊ വിശ്വാസം, എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എല്ലാ ദിവസവും നിരന്തരമായി വചനം പഠിക്കണം. ദൈവത്തിന്റെ വചനം നിരന്തരമായി പഠിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5:17. എൻ്റെ വചന പഠനം കൂടാതെ ഞാൻ വേറെ എന്തുകൂടി ചെയ്യും? 5:17. 1 തെസ്സലോനിക്കർ 5:17. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. അപ്പൊ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, അതാ പറയണത്. അപ്പൊ തുടർച്ചയായി ഞാൻ എൻ്റെ പിതാവിനോട് ആശയവിനിമയം ചെയ്യും. വചനം പഠിക്കുക മാത്രമല്ല, നിരന്തരമായി ഞാൻ ദൈവത്തിന്റെ വചനം പഠിക്കുക മാത്രമല്ല, തുടർച്ചയായി എൻ്റെ സ്വർഗസ്ഥ പിതാവിനോട് ആശയവിനിമയം ചെയ്യും. ഞാൻ 2 മിനിറ്റിലുള്ള പ്രാർത്ഥനയെ ഒതുക്കില്ല ജീവിതം. 2 മിനിറ്റ്, 3 മിനിറ്റ്, അങ്ങനെ പ്രാർത്ഥന ചുരുങ്ങുന്നു. ദൈവമായിട്ടുള്ള ആശയവിനിമയം, ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് മുഴുവനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ശീലമില്ല. വെറും 2 മിനിറ്റ്, കുറച്ച് സമയം, ചുരുങ്ങിയ പ്രാർത്ഥനകളിലൂടെ എന്ത് ചെയ്യുന്നു? ദൈവമായിട്ടുള്ളൊരു തുറന്ന ആശയവിനിമയം, അപ്പനോടും മകൻ തുറന്ന് ഇടപെടുന്ന ഒരു അവസ്ഥ ഇല്ല. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സമയം ക്രമീകരിക്കും. അവിടെ സമയം ക്രമീകരിച്ചു തുടർച്ചയായി ഇടപെടാതെ ദൈവത്തോട് പ്രാർത്ഥിപ്പിൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ പ്രാർത്ഥന ചുരുങ്ങിയതായിരുന്നു. അപ്പം അത് ഇനിയുള്ള സമയം അവിടെ എനിക്ക് ഒരു വർഷമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ പിതാവിനോട് ആശയവിനിമയം ചെയ്യാൻ എൻ്റെ സമയം, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ മുഴുവൻ, അതായത് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് അർപ്പിക്കേണ്ട സകല വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ സമയം ഞാൻ ഉപയോഗിക്കും. വീണ്ടും എനിക്ക് ജീവിക്കാൻ 1 വർഷം മാത്രമുള്ളതിനാൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആവശ്യമായ ആ ഒരുക്കം ഞാൻ നടത്തും. കാരണം കർത്താവ് യേശു പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടാ പോയത്? യോഹന്നാൻ 14:3 എന്ന് പറയണത്. യോഹന്നാൻ 14:3. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ 1 വർഷം മാത്രമുള്ളതിനാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവിനോട് സ്വർഗത്തിലേക്ക് പോകാൻ എൻ്റെ സമയം ഞാൻ അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ആ ഒരുക്കത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾക്കായിട്ട് എൻ്റെ സമയം ഞാൻ ഉപയോഗിക്കും. അതല്ലേ ചെയ്യാൻ പോണം? അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മളിവിടെ ഉപവാസം ഭരിക്കുമ്പോൾ ഭൂമിയിലെ ഓരോ ദിവസവും അവസാനമാണെന്ന് ചിന്തിക്കണം. എൻ്റെ ഭൂമിയിലെ ഇന്ന് എനിക്ക് എൻ്റെ മുമ്പിൽ ഒരു സമയം, ഒരു ദിവസമേ ഉള്ളൂ. ഒരാഴ്ചയാകാം, 1 വർഷമാകാം, 1 മാസമാകാം. ഓരോ സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? എൻ്റെ അവസാനമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നാം എല്ലായ്പ്പോഴും മരിക്കാൻ ഒരുങ്ങണം. അതായത് നമ്മൾ മരിക്കാൻ ഒരുങ്ങിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മരിക്കാൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ജീവിക്കാൻ ഒരുങ്ങിയിട്ടില്ല. മരിക്കാൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ ഒരുങ്ങിയിട്ടില്ല. മരിക്കാൻ ഒരുങ്ങണം, അപ്പോൾ നമ്മൾ ജീവിക്കാൻ ഒരുങ്ങണം, യഥാർത്ഥമായിട്ട് ജീവിക്കണം. അതുകൊണ്ട് അവസാനം ചോദിക്കുന്നത്, ഇവിടെയായാലും എവിടെയായാലും നിങ്ങൾ കർത്താവിനോട് ചേരുവാൻ, നിങ്ങളുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ നിങ്ങൾ സ്നാനമേറ്റിട്ടുണ്ടോ? അല്ലെങ്കിൽ അപ്പോസ്തലർ 2:38 പ്രകാരം എന്താ പറയണത്? നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് സ്നാനമേറ്റ് കർത്താവിനോട് ചേരുവാൻ, അവനെ ധരിക്കുവാൻ ചെയ്യുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായി തീർന്നവരോടാണെങ്കിൽ വെളിപ്പാട് ദിവസം 2:10 എന്താ പറയണത്? നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ മരണപര്യന്തം നിങ്ങൾ വിശ്വസ്തരായിരിക്കും. നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും എണീറ്റിരിക്കാം.